मोटर चलती है अंदर बैंड वजा और गड्डी तबाह कर दी हुई गड्डी इत्थे खड़ी है गड्डी सारी ते घर दे जी जख्मी हाँ मोटर चलती है अंदर बैंड वजा और गड्डी तबाह कर दी हुई गड्डी इत्थे खड़ी है गड्डी सारी ते घर दे जी जख्मी हाँ इधर पैप जानी ना खिंच पानी पा उधर मार गड्डी ते जी जू का तो नहीं नुकसान होया नुकसान है कितों डिगो उपरों चाबी उत्थे ഫയറിംഗ് 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 ഭാരമുള്ള വരെ ശബ്ദം കേൾക്കാം വലിയ ശബ്ദമാണ് കേൾക്കുന്നത് അനൂപ് വലിയ ശബ്ദം കേൾക്കുന്നു വലിയ ശബ്ദം കേൾക്കുന്നു അനൂപ് ഭാരമുള്ള നഗരത്തിനടുത്താണ് നമ്മളുള്ളത് വലിയ ശബ്ദം കേൾക്കുന്നു നമ്മൾ ഈ ലൈവിനിടയിൽ വലിയ ശബ്ദം അതായത് ബാരാമുള്ള ടൗണിനടുത്ത് വരെയാണ് നമ്മളുള്ളത് വലിയ ശബ്ദം കേൾക്കുകയാണ് വലിയ ശബ്ദം ബാരാമുള്ള വരെ ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് अरे आराम से आराम से അതായത് നമുക്കറിയാം വലിയ രീതിയിലുള്ള ഷെല്ലിങ് വലിയ രീതിയിലടക്കം പല സ്ഥലങ്ങളിലും നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ബാരാമുള്ള ടൗണിന് സമീപമാണ് നമ്മളുള്ളത്. ഇവിടെ വരെ ശബ്ദം കേൾക്കുന്നു. അവിടെ അവിടെ ये फर्स्ट टाइम है सर ये फर्स्ट टाइम उड़ी में तो चल रहा है यहाँ पे फर्स्ट टाइम है सर फर्स्ट टाइम हम कल आगे के टाइम एयर साइड हो गया बट इतना आवाज नहीं आया इतना आवाज़ नहीं जितना आज आ गया सर तो यही ज्यादा साउंड हो गया ना ये ज़्यादा साउंड हो गया जिसके साथ ये हमें लग रहा है कि बाहर आवाज़ आ रही है फायरिंग का साउंड है ना ये फायरिंग है पूरा देख लो सामने देख नजर आ रहा है ചെറിയ രീതിയിൽ എനിക്ക് ആ വെളിച്ചം കാണാൻ കഴിഞ്ഞു പക്ഷെ അത് ക്യാമറയിൽ പതിഞ്ഞിട്ടില്ല അത് ഉറപ്പായിട്ട് ഇത് ഡ്രോൺ അല്ല ഡ്രോൺ ये फायरिंग है ये फायरिंग सीधा അതായത് LOC മേഖലയിൽ നിന്ന് പാകിസ്ഥാൻ ഇവിടേക്ക് ഫയർ ചെയ്യുന്ന കാര്യം നമുക്കറിയാം ആ ഫയറിങ്ങിന്റെ ശബ്ദമാണ് നമ്മൾ കേട്ടത് അപ്പോൾ ബാരാമുള്ളക്ക് അടുത്ത് വരെ ഇപ്പോൾ പാകിസ്ഥാന്റെ ഫയറിംഗ് ശബ്ദം കേട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം കഴിഞ്ഞ അടുത്തിടെ ഒന്നും ബാരാമുള്ളയിൽ ഇത്തരത്തിൽ ശബ്ദം കേട്ടിട്ടില്ല तो क्योंकि हम डरे हुए हैं ये तो अभी आज पहली बार मैंने देखा 4 दिन के बाद उड़ी के बाद जैसे उड़ी में चल रहा है पिछले 4 दिन से तो यहाँ आज पहली बार हो गया ये सायरन भी स्टार्ट हो गया अनूप വീണ്ടും സൈറൻ അനൂപ് വീണ്ടും സൈറൻ അനൂപ് വീണ്ടും സൈറൻ हाँ तो आपको मुझे याद कर देना प्लीज टॉक टू मी ना योर फ्रेंड्स फायरिंग हो गया ना अरे यार पूरी जाने का कुछ फायदा नहीं अभी 12 ये इधर फायर होगी स्टार्ट जहाँ पे ये हमारी ऊंची पहाड़ी पे चौकी है
सामने नजर आ रही बारिश। ये तो मेरे होटल से सीधा पार जाऊँ वो पत्थर जी साइड में चौकी बात क्या बोलते हैं इसको, हाजीवाल साइड में तो फायर चल रहा है यार यहाँ पे तार निकल गया। हम सब बाहर ही हैं, सब बाहर और सब इधर अंदर क्या करेंगे നമ്മുടെ അണ്ണ ഇങ്ങോട്ട് ഇറങ്ങി പോരാ. ग्राउंड में है। അനൂപ് ഏതായാലും 60 കിലോമീറ്റർ അകലെ ചെലുത്തുമ്പോൾ തന്നെ ഹലോ ഹലോ वो साउंड गया हाँ? मुसाफिर भाई അനൂപ് നമുക്കറിയാം ഈ ബാരാമുള്ള ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പണ്ട് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ തന്നെ സാക്ഷിയായിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി ഈ നഗരമേഖലകളിലൊക്കെ അത്തരത്തിൽ ഫയറിംഗ് ഒന്നും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇപ്പോൾ ഈ സംഘർഷ സാഹചര്യം തുടങ്ങിയതിനു ശേഷം ഇത് ആദ്യമായിട്ടാണ് ഇത്ര വലിയ വെടിയുച്ചയുടെ ശബ്ദം നമുക്കിവിടെ നിന്ന് കേൾക്കാൻ കഴിയും. ഇന്നലെ നമ്മളിവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയിലടക്കം നമ്മൾ പുറത്തുനിന്ന് റിപ്പോർട്ട് ചെയ്തപ്പോൾ എയർ സൈറൻ കേട്ടു, നമ്മളൊക്കെ തന്നെ അകത്ത് കയറിയിരുന്നു. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ശബ്ദം കേൾക്കുന്നത്. എനിക്ക് ഈ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഭാഗത്ത് ഈ ഫയറിംഗിൽ ആ വെടിയുണ്ടകൾ അല്ലെങ്കിൽ ഷെല്ലുകൾ പോകുന്ന ശബ്ദം എനിക്ക് വളരെ കൃത്യമായിട്ട് കേൾക്കുന്നു. ഇത് എവിടെയാണ് വീണത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഇനി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏതായാലും ഈ നമ്മളിപ്പോൾ ഈ ഹോട്ടലിന് അപ്പുറത്തുള്ള മലനിരകൾക്ക് സമീപമാണ് ഈ വലിയ രണ്ട് വെളിച്ചം 3 തവണ വെളിച്ചം കണ്ടത്. അതൊക്കെ തന്നെ മോട്ടോർ ഷെല്ലുകളാണ്. വലിയ ശബ്ദം എനിക്ക് കേൾക്കാൻ സാധിച്ചു. ഏതായാലും ഇപ്പോൾ എനിക്കിപ്പോൾ ഉള്ളത് ഈ ഹോട്ടലിലെ ജീവനക്കാരനായ വ്യക്തി കൂടിയാണ്. तो अभी तक 10-15 दिन से ये फर्स्ट टाइम है इतना हो गया ना? फर्स्ट टाइम है बारामूला में, मेन टाउन बारामूला में फर्स्ट टाइम है। तो उड़ी में तो आज 4-5 दिन से चल रहा है। ഉറിയിൽ വൈകുന്നേരം 6:30 തന്നെ അജിപൂര മേഖലയിലൊക്കെ തന്നെ തുടങ്ങിയിരുന്നു. കുപ്വാരയിലെ കേരൻ സെക്ടറിലും കുപ്വാര നഗരത്തോട് ചേർന്നുള്ള സ്ഥലങ്ങളിലുമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ശബ്ദങ്ങൾ കിട്ടേണ്ട ചിത്രങ്ങളൊക്കെ തന്നെ അവിടെയുള്ള നമ്മുടെ സുഹൃത്തുക്കളും ഒക്കെ അയച്ചു തന്നിരുന്നു. ഹാജിപൂര മേഖലയിലുള്ള പോലീസ് നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ തന്നെ ഇവിടെ ഫയറിംഗ് ഉണ്ടെന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ മാത്രമല്ല അവരൊക്കെ തന്നെ ബങ്കറുകളിലേക്ക് മാറുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ഇതത്തെ ബങ്കർ പുച്ചായത് ഞങ്ങൾ ഈ ഹോട്ടലിനടുത്തൊരു BSFന്റെ ക്യാമ്പുണ്ട്. ആ ക്യാമ്പിന്റെ സ്ഥലത്തൊക്കെയാണ് ബങ്കറുകളൊക്കെ ഉള്ളതെന്നുള്ള കാര്യമാണ് ഇദ്ദേഹം പറയുന്നത്. വീണ്ടും വെടിവെച്ച ആ നമ്മൾ ഈ നിൽക്കുന്ന ഹോട്ടലിന് ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളിലും വലിയ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇത് ഡ്രോണാണോ വെടിവെച്ചയാണോ എന്നുള്ളത്, ഡ്രോൺ അല്ല എന്നുള്ളതാണ് ഇവിടുത്തെ തദ്ദേശവാസികൾ എന്നോട് പറയുന്നത്. ഫയറിംഗ് ये फायरिंग है सर, ये फायरिंग क्या और क्या है? तो ये तोफ चलने पड़े, तोफ यहाँ से जा रही है पाकिस्तान की तरफ अटैक कर रहे हैं മോട്ടോർ ഷെൽ. നമുക്ക് ഈ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നന്നായി തന്നെ നമ്മുടെ മൈക്കിലെ ശബ്ദം പിടിക്കുന്നുണ്ടോന്ന് അറിയില്ല. ഇപ്പോൾ ഞാൻ ആദ്യം ഞാൻ നിൽക്കുന്നതിൻ്റെ വലതു ഭാഗത്താണ് കേട്ടത്. പിന്നീട് ഇതിൻ്റെ പിന്നിൽ 2 സ്ഥലത്തായിട്ട് കേട്ടു. ഇടയ്ക്കിടെയായി ഇതിങ്ങനെ കേൾക്കുന്നുണ്ട്. നല്ല രീതിയിൽ ശബ്ദം ഇടയ്ക്കിടയ്ക്ക് വീണ്ടും. ഏതായാലും കാശ്മീർ താഴ്വരയിൽ അശാന്തിയുടെ ഒരു നിമിഷങ്ങളിലേക്ക് വീണ്ടും കാര്യങ്ങൾ നീങ്ങുകയാണ്. വീണ്ടും ശബ്ദം കേട്ടിരിക്കുകയാണ്. ഇതപ്പോൾ ബാരാമുള്ള നഗരത്തിന് ചുറ്റുപാടുമുള്ള ഏതൊക്കെയോ സ്ഥലത്ത് ഫയറിംഗ് ഉണ്ടാകുന്നുണ്ട്. അനൂപ് നല്ല രീതിയിൽ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട്. ബാരാമുള്ള നഗരത്തിന് സമീപം തന്നെ പാകിസ്ഥാന്റെ മോട്ടോർ ഷെല്ലുകൾ അപ്പോൾ വീണിട്ടുണ്ട്.